ദാമ്പത്യ ജീവിതത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള സ്നേഹവും ഇഷ്കും മവദ്ദത്തും ലവ്വും അഫെയറുമെല്ലാം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 9 വഴികൾ ഞാൻ പറഞ്ഞു തരട്ടെ. 1. ലവ് ഈച്ച് അതർ ആൻഡ് എക്സ്പ്രസ്. പരസ്പരം സ്നേഹിക്കുകയും അത് കൂടുതൽ പ്രകടമാക്കാനും ശ്രമിക്കുക. 2. ഡോണ്ട് ലൈ, നെവർ ലൈ ഇഫ് ഇറ്റ് വാസ് എ ബാഡ് സിറ്റുവേഷൻ. നിങ്ങളൊരു മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും പരസ്പരം ഒരിക്കലും കളവ് പറയരുത്. 3. മേക്ക് കമ്മ്യൂണിക്കേഷൻ എ പ്രയോറിറ്റി. ആശയവിനിമയത്തിന് നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കുക. 4. സ്റ്റേ സ്വീറ്റ് ആൻഡ് റൊമാൻറ്റിക് ആവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാധുര്യമൂറുന്ന സ്നേഹവും ഇഷ്കും മവദ്ദത്തും ലവ്വുമെല്ലാം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. 5. വെൻ യു ആർഗ്യൂ ജസ്റ്റ് ഫോർഗീവ് ദം ഫോർഗെറ്റ്. എന്തെങ്കിലും തർക്കങ്ങളും പ്രശ്നങ്ങളും എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മറക്കുക. നിങ്ങളുടെ സ്വന്തം ഭർത്താവും സ്വന്തം ഭാര്യയുമല്ലേ. 6. നെവർ ടോക്ക് അബൌട്ട് യുവർ ബ്രേക്കപ്പ്. നിങ്ങളുടെ വേർപിരിയലിനെ കുറിച്ചിട്ടോ വേർപാടിനെ കുറിച്ചിട്ടോ ഒരിക്കലും നിങ്ങൾക്കിടയിൽ അങ്ങനത്തെ സംസാരങ്ങൾ സംഭവിച്ചു പോകരുത്. 7. നെവർ സേ ഇറ്റ്സ് ഓക്കെ വെൻ ഇറ്റ്സ് നോട്ട്. ശരിയല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്കത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെ പറയുക. ശരിയല്ലാത്ത സന്ദർഭങ്ങളിലും ഐ ആം ഓക്കെ ഇങ്ങനത്തെ രീതിയിൽ ഒരിക്കലും സംസാരിച്ചു പോകരുത്. 8. ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ എക്സ് റിലേഷൻഷിപ്പ്. മുമ്പത്തെ എന്തെങ്കിലും ബന്ധങ്ങളോ അതിലുള്ള നിങ്ങളുടെ സ്നേഹങ്ങളുമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരിക്കലും സംസാരിച്ചു പോകരുത്. അത് ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വരെ വഴിത്തിരിവായി മാറും. 9. ഡോണ്ട് കമ്പയർ യുവർ പാസ്റ്റ് വിത്ത് യുവർ പ്രസൻറ്റ്. നിങ്ങളുടെ ഭൂതകാലത്തെ നിങ്ങളുടെ വർത്തമാനകാലവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ലവ് പെർസെൻറ്റേജ് നിങ്ങൾക്കിടയിലുള്ള ബന്ധം അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്.